Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടാ. ഈ ഒരു നിക്കറ് കീറിയപ്പോഴാണ് നിനക്ക് ദേഷ്യം വന്നത്. അപ്പൊ ബാക്കിയുള്ള സമയം നീ എവിടെയായിരുന്നു? ബാക്കിയോ? എന്താ ഇത് ഹണി? സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യ്. നീ ശ്രദ്ധിച്ച് ജോലി ചെയ്യേണ്ട പണി. ദാ തുണി വെള്ളത്തിലൂടെ ഒഴുകിപ്പോന്ന് കണ്ടോ നീ? എന്ത്? പക്ഷെ ഈ ടവല് നമ്മുടെ അല്ലല്ലോ, ഇതാരുടെയാ? ഇതാരെങ്കിലും അലക്കിയതായിരിക്കാം. അപ്പൊ അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കാം. വരൂ, വേഗം ഈ തുണികളെല്ലാം എടുക്ക. ഇത് നമുക്ക് അലക്കുന്ന ആൾക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാം. അയ്യോ, അത് ഈ ടവൽ. ഇതെന്ത് ടവലാ ഇത്? അയ്യോ, ഇത് ഈ ടവൽ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ ടവൽ എന്നൊക്കെ പിച്ചും പെയ്യും പറയാണോ? അയ്യോ, ഇത് ഈ ടവൽ. കൂട്ടുകാരെ, ഞാൻ വിചാരിച്ചത് ഈ ടവൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാ. നമ്മളെ ഇത് നദിയിൽ വീഴാതെ രക്ഷിക്കുകയാണ് ചെയ്തത്. അവന്റെ മേത്ത് വീഴാതെ ശ്രദ്ധിച്ചു. നീ പറഞ്ഞത് ശരിയാണ് പണി. പക്ഷെ ഈ ടവൽ ആരുടേതാണ്? ടവൽ, നീ ആരാണ്? നീ എവിടുന്നാ വന്നിരിക്കുന്നത്? എടാ, അത് ടവലാണ്. എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അതിനെ കൊണ്ട് കഴിയില്ല. കാക്കയും കാക്കയും കൂക്കൊക്കെ എവിടെയാ പഠിക്കുന്നേ? ഞാൻ പറഞ്ഞത് മതി മതി മതി. വാ, വീട്ടിൽ പോവാം. നിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെ എത്തിക്കണമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. ഒരു ജോലി പോലും നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ലെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, ഇനി വീട്ടിലേക്ക് പോവാം. അതിനുശേഷം നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ടവൽ, എന്റെ പ്രിയപ്പെട്ട ടവൽ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എന്റെ മാജിക് ടവൽ ആരെങ്കിലും കണ്ടായിരുന്നോ? ഓരോരുത്തരായി പറയൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞാ മതി. പറയൂ എന്റെ കുട്ടികളെ, വേഗം പറയൂ. അത് ശരി, അയയിൽ ഉണക്കാനിട്ടിരിക്കായിരുന്നോ? പക്ഷെ അവിടുന്ന് എങ്ങോട്ട് പോയി?
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. അപ്പൊ അതിന്റെ അർത്ഥം കാറ്റിനൊപ്പം എന്റെ ടവലും പറന്നു പോയെന്നാണോ? ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ടവൽ വളരെ സേഫാണ്. വൈകുന്നേരത്തിനുള്ളിൽ അവൻ ഉറപ്പായി തിരിച്ചു വന്നിരിക്കും. നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ചിലപ്പോ സംസാരിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവനെ എഴുതി കാണിക്കാൻ പറ്റുമായിരുന്നല്ലോ. അയ്യോ, നിങ്ങളുടെ എല്ലാവരും നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞതുപോലെയാണല്ലോ. മണ്ടത്തരമല്ല, നീ ആദ്യമായിട്ടാ ബുദ്ധിപരമായിട്ടൊരു കാര്യം പറഞ്ഞത്. എന്റെ കയ്യിൽ അല്ലെങ്കിലും ഐഡിയകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സ്പെഷ്യൽ ആളുകൾക്ക് മാത്രമേ അതൊക്കെ കൊടുക്കാറുള്ളൂ. നിനക്ക് വല്ലത് എഴുതാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ അറിയാമോ? ഇനി വരച്ചു കാണിക്ക്. നിന്റെ വീട് എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാലോ, ആപ്പിൾ. ഇത് മലമുകളിലാ സാധാരണ കണ്ടുവരാറ്. ആപ്പിളേപ്പൂർ ഇത് അവിടുത്തേതാണ്. നമ്മൾ നിന്റെ വീട്ടിലെത്തി. ഞങ്ങൾ താങ്കളുടെ ടവൽ തരാൻ വേണ്ടി വന്നതാ. ഞാനിവിടെ കുളിക്കാറ് പോലുമില്ല, പിന്നെ നിങ്ങളുടെ ടവൽ കിട്ടിയിട്ട് എന്തിനാണ്? അല്ല, ഈ ടവലാ പറഞ്ഞത് അത് ഇവിടെയാ താമസിക്കുന്നതെന്ന്. ഞാൻ മണ്ടനാണെന്ന് കരുതിയോ? ടവൽ സംസാരിക്കാറുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒരു മിനിറ്റ് നിൽക്ക്. രംഗി, പിങ്കി. അല്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എന്തിനാ വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇവന്റെ ഡ്രോയിങ് കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചതാണെന്നാ. വാ, നമുക്ക് തിരിച്ചു പോവാം. സമയം വൈകുന്നേരം 6 മണിയായി. ഇവന്റെ വീട്ടുകാരാണെങ്കിൽ ഇവനെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല സോർദാറേ. അത് നിന്റെ വീടാണോ കൂട്ടുകാരെ? ഇതാണ് ഇവന്റെ വീട്. ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഒന്ന് നോക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? വാ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, ഇവനത് വെറുതെ വരച്ചതായിരിക്കാം. ഇവൻ വരച്ച ഡ്രോയിങ് ഇവന്റെ വീടാണെന്ന് നമ്മൾ വിചാരിച്ചു. അല്ല, ഇത് നമ്മുടെ മജീഷ്യൻ ആക്കയല്ലേ? ഹണി, ബഡി, സോർദാർ, പോപ്പട്ട്, നിങ്ങൾ ഇവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മജീഷ്യൻ ആക്ക, താങ്കളുടെ ടവൽ ഇനി സൂക്ഷിച്ചു വെക്ക്. എന്നാ ഞങ്ങൾ വരട്ടെ.
ബൈ ടവൽ. ഞങ്ങൾ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ. ഇവൻ പറയുന്നത് നിങ്ങൾ ഇവനോട് കുറച്ചു നേരം കളിക്കണമെന്നാണ്. അതിനുശേഷം പൊയ്ക്കോളൂ. അതിനെന്താ